CPM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് അവസാനമാകുന്നു. പൊതുസമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. ആശ്രമം മൈതാനത്ത് നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. റെഡ് വോളണ്ടിയർ മാർച്ചിന്റെ അകമ്പടിയോടുകൂടി പാർട്ടി നേതൃത്വം, CPMന്റെ നേതൃത്വം ഇതാ ആശ്രമ മൈതാനത്തേക്ക് എത്തിച്ചേരുകയാണ്. യെച്ചൂരി നഗറിലേക്ക് എത്തിച്ചേരുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ചുവന്ന നിറത്താൽ നിറഞ്ഞു കവിയുന്നു, അല്ലെങ്കിൽ ചുവന്ന നിറമായി മാറുന്നു കൊല്ലം എന്ന് നമുക്ക് പറയാം. തീർത്തും ചെഞ്ചോപ്പാണ് കൊല്ലത്തിന് ഇന്ന്. 2 ലക്ഷം പേർ അണിനിരക്കും, 2 ലക്ഷം പേർ ഇന്ന് എത്തുമെന്നുള്ളതാണ് CPM അവകാശപ്പെടുന്നത്. എങ്കിൽ അതിൽ കടക്കുമെന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ കൊല്ലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അത്രമാത്രം ജനബാഹുല്യമാണ് നമുക്ക് കൊല്ലം നഗരിയിൽ കാണാൻ സാധിക്കുന്നത്. ആ ചുവന്ന പരവതാനിയിലേക്ക് ആളുകൾ ഇതാ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ വന്ന് നിറയുകയെന്ന കാഴ്ച നേരത്തെ നമ്മൾ ആകാശ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു. അവിടെ നിന്നുള്ള ആകാശ ദൃശ്യങ്ങളിലൊക്കെയും ആളുകളാൽ നിറയുന്നൊരു കൊല്ലത്തെയാണ് നമ്മൾ കാണുന്നത്. CK വിജയൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഒരു പക്ഷേ ഇത്രമാത്രം ആളുകളുടെ സാന്നിധ്യം, ഇത്രമാത്രം ആളുകളുടെ പങ്കാളിത്തം എന്നതുകൊണ്ടും അത്രയും ആളുകൾ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ടും കൊല്ലം സമ്മേളനം അടയാളപ്പെടുത്തുമെന്നുള്ളതാണ് CK നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. അത്രയും ആളുകൾ അവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഇപ്പോൾ CPM സംസ്ഥാന സമ്മേളനം അവസാനിച്ചിരിക്കുന്നു. അതിൻ്റെ അവസാന നിമിഷത്താണ് മുതിർന്ന നേതാവ് A. പത്മകുമാറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതെന്നും നമ്മൾ ശ്രദ്ധിക്കണം. മുഖം മിനുക്കുന്നു, യുവ നേതൃത്വം CPMന് ഉണ്ടാകുന്നു, വനിതാ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും പരിഗണിക്കാതെ പോയി എന്ന് പറഞ്ഞുകൊണ്ടുള്ള A. പത്മകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടു. ഇനി ഇതാ ഇപ്പോൾ അവിടെ കൂടുതൽ കലാരൂപങ്ങളൊക്കെ എത്തിച്ചേരുകയാണ്. അങ്ങനെ പൂരങ്ങൾക്ക് നമ്മൾ തൃശ്ശൂർ പൂരത്തെ പറയാറ് പൂരങ്ങളുടെ പൂരം എന്നാണുള്ളതാണ്. സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം ബ്രാഞ്ച്, ലോക്കൽ, ജില്ലാ സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞ് ഉണ്ടാകുന്ന ഒന്നാണ് സംസ്ഥാന സമ്മേളനം. അതൊരു പൂരങ്ങളുടെ പൂരം തന്നെയാണ്, പാർട്ടിയുടെ പൂരം തന്നെയാണ് സംസ്ഥാന സമ്മേളനം. ആ പൂരത്തിനാണ് ഇന്ന് കൊടിയിറക്കം. വലിയ രീതിയിലുള്ള തിരക്ക് നമുക്ക് ആശ്രമ മൈതാനത്ത് കാണാൻ കഴിയുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഓരോ പാർട്ടി അനുഭാവികളും കൊല്ലത്തേക്ക് എത്തുകയാണ്. കൊല്ലം സമ്മേളന നഗരി അക്ഷരാർത്ഥത്തിൽ ചെങ്കടലാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മറ്റസ്വാരസ്യങ്ങളൊന്നുമില്ലാതെ അവസാന നിമിഷം വരെ എത്തിയെങ്കിൽ അവസാന നിമിഷത്തിലാണ് A. പത്മകുമാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അദ്ദേഹം വലിയ രീതിയിലുള്ള അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ ഒരു പോസ്റ്റ് നമ്മൾ കണ്ടത്. ഏതായാലും സമാപന സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ അത്തരത്തിലുള്ള സംഭവം ഉണ്ടായെങ്കിൽ പോലും വലിയ രീതിയിൽ പാർട്ടി അണികൾ എത്തിച്ചേരുന്നുണ്ട്. വലിയ തിരക്ക് കൊല്ലത്ത് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. 3 പതിറ്റാണ്ടിന് ശേഷം കൊല്ലത്ത് CPM സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറക്കമാവുകയാണ്. ഇനി മധുരയിൽ പാർട്ടി കോൺഗ്രസ്, അതാണ് ഇനി അടുത്തത് നടക്കാൻ പോകുന്നത്. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്തെ ഈ സമ്മേളനം അത് അടയാളപ്പെടുത്താൻ പോകുന്നത് CPM ഇതുവരെ സ്വീകരിച്ചു പോന്നിരുന്ന സ്വകാര്യവൽക്കരണത്തിൽ ഉൾപ്പെടെ CPM സ്വീകരിച്ചു പോന്നിരുന്ന കുറേ നയങ്ങളുണ്ട്. ആ നയങ്ങളിൽ നിന്ന് മാറി ടോളും സെസ്സുമൊക്കെ ഏർപ്പെടുത്താനുള്ള CPMന്റെ നീക്കം, ആ തരത്തിലുള്ള പുതിയ തീരുമാനങ്ങളിലേക്ക്, സൗജന്യങ്ങൾ എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും ഒരുപോലെ കിട്ടേണ്ടതല്ല എന്നുള്ളതൊക്കെയാണ് മുഖ്യമന്ത്രി നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ആ തരത്തിലേക്ക് മാറ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം മാറുന്നു എന്ന തരത്തിൽ കൂടി ഈ കൊല്ലത്തെ CPM സംസ്ഥാന സമ്മേളനം അടയാളപ്പെടുത്താൻ പോവുകയാണ്. ആ രീതിയിൽ കൂടിയാണ് അടയാളപ്പെടുത്തുക. മറ്റു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അടയാളപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും അടിത്തട്ടിൽ തന്നെയാണത്. പാർട്ടിയുടെ പ്രത്യയ ശാസ്ത്രത്തിൽ മാറ്റമുണ്ടാകുന്നു. പാർട്ടി സ്വീകരിച്ചു പോകുന്ന നയങ്ങളിൽ, ആദർശങ്ങളിൽ ഒരു പക്ഷേ ഇന്നിപ്പോൾ അവിടെ 2 ലക്ഷം ആളുകൾ വരൂ എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിശ്വസിക്കുന്ന, പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളെയൊക്കെ, സാധാരണക്കാരെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടി വരിക സ്വാഭാവികമായിട്ടും ഈ സ്വീകരിക്കുന്ന നവ കേരള രേഖയെ പറ്റിയാണ്, ഈ സ്വീകരിക്കുന്ന പുതിയ നയങ്ങളെ പറ്റിയാണ്. 89 അംഗ സംസ്ഥാന കമ്മിറ്റിയാണ് കൊല്ലം സമ്മേളനം മുന്നോട്ട് വെക്കുന്നത്. 89 അംഗ സംസ്ഥാന കമ്മിറ്റിയിൽ 17 പേർ പുതുമുഖങ്ങളാണ്. അതിൽ 5 പുതിയ ജില്ലാ സെക്രട്ടറിമാരുണ്ട്. അതിൽ പുതുതായി 2 വനിതകൾ സംസ്ഥാന സമിതിയിലേക്ക് ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഡോക്ടർ R. ബിന്ദുവും ഒപ്പം തന്നെ പാലക്കാട്ട് നിന്ന് ശാന്തകുമാരിയും, കോങ്ങാട് MLA, ഒപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റ് 17 പേരടങ്ങുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. അതിനൊടുവിൽ ഇതാ പൊതുസമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. നിറഞ്ഞു കവിയുന്നു ആശ്രമ മൈതാനം. കണ്ണൻ ശരിയാണ്. കണ്ണൻ, മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം അതിങ്ങനെ മെല്ലെ കടന്നു പോകുന്ന കാഴ്ചയാണ്. മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും പ്രകാശ് കാരാട്ടും അടഞ്ഞിരിക്കുന്ന വാഹനവ്യൂഹം മെല്ലെ കടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ നേരത്തെ കാണുന്നത്. ആശ്രമ മൈതാനത്തിലേക്ക് അത് എത്തിച്ചേരാനായോ? ഇനി എത്രയുണ്ട് ദൂരം?
ആദ്യമായി കേരളത്തിൽ വിമാനമിറങ്ങിയ ആശ്രാമം മൈതാനത്തേക്ക് ഇതേ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ PV കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നയിക്കുന്ന ഈ പ്രകടനം ഇവിടേക്ക് എത്തുകയാണ്. ചെങ്കടലായിരിക്കാണ്. ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളി മാത്രമാണ് ഇവിടെ ഉള്ളത്. 10,000-കണക്കിന് പ്രവർത്തകർ, ലക്ഷക്കണക്കിന് പ്രവർത്തകർ. ആശ്രാമം മൈതാനം 73 ഏക്കറുള്ള ആശ്രാമം മൈതാനം ഒരു ഭാഗം പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്നു. ഇവിടെ 2 ലക്ഷവും അസമയത്തിന്റെ ഒരു സൈഡിൽ പോലും ഉൾക്കൊള്ളാനുള്ളതല്ല. ഇതിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ, നമുക്ക് എണ്ണിയാൽ തീരാത്ത തരത്തിലുള്ള പ്രവർത്തകർ ഇവിടെയൊക്കെ എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി നയിക്കുന്ന ആ പ്രകടനം, പൊതുസമ്മേളനത്തിലേക്കുള്ള പ്രകടനം ആശ്രാമം മൈതാനത്തേക്ക് എത്തുന്ന കാഴ്ചയാണ്. ആശ്രാമം മൈതാനത്തിലെ സീതാറാം യെച്ചൂരി നഗറിലേക്ക് ആ പ്രകടനം എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചെങ്കൊടികൾ മാത്രമാണ്. ചുവപ്പ് തൊപ്പിയണിഞ്ഞ, ചുവപ്പ് ബാഡ്ജുകൾ ധരിച്ച, ചെങ്കൊടി ഏന്തിയ പ്രവർത്തകർ ആശ്രമം മൈതാനത്ത് പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്നു. ചെങ്കടലായി മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും PV കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും ഒപ്പം തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നയിക്കുന്ന ആ പ്രകടനത്തെ സീതാറാം യെച്ചൂരി നഗറിലേക്ക് സീതാറാം യെച്ചൂരിയുടെ വിയോഗം വലിയ രീതിയിൽ പാർട്ടി പ്രവർത്തകർക്ക്, അണികൾക്കൊക്കെ തന്നെ വിഷമമുണ്ടാക്കിയ കാര്യമാണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള സീതാറാം യെച്ചൂരി ഗ്രൗണ്ടിലേക്ക് ഇതാ ആ പ്രകടനം കടന്നു വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി അണികളെ, പ്രവർത്തകരെ കൈവീശി അഭിവാദം ചെയ്തിരിക്കുന്നു. അണികളിലേക്ക് പ്രകടനം കടന്നു വന്നിരിക്കുകയാണ്. സംഘാടക സമിതി ചെയർമാൻ കൂടിയായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം ധനമന്ത്രി KN ബാലഗോപാൽ അടക്കമുള്ള ആൾക്കാർ ആ വാഹനത്തിൽ തന്നെയുണ്ട്. രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് വിളിച്ച് പാർട്ടി പ്രവർത്തകർ മുഖ്യമന്ത്രിയെയും നേതാക്കന്മാരെയും അഭിവാദ്യം ചെയ്യുകയാണ്. ആ ടൗൺ ഹാളിൽ നിന്ന്, അതായത് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നിന്ന് ആരംഭിച്ച പ്രകടനം സീതാറാം യെച്ചൂരി നഗറിലേക്ക് എത്തിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെയും നേതാക്കന്മാരെയും ഒരു നോക്ക് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നത് എന്താണ് എന്ന് കേൾക്കാൻ വേണ്ടി, ഈ പാർട്ടിയിൽ കഴിഞ്ഞ 3 ദിവസം നടന്ന ചർച്ചയിൽ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ എന്താണ് എന്ന് അവരുടെ അണികളെ അറിയിക്കുന്നതിന് വേണ്ടി അവരെല്ലാം തന്നെ കാത്തിരിക്കുകയാണ്. കൊച്ചുകുട്ടികളുണ്ട്. കൊച്ചുകുട്ടികളൊക്കെ തന്നെ അച്ഛന്മാരും അമ്മമാരും ഒക്കെ തന്നെ തോളിലെടുത്തുകൊണ്ട് ഈ നേതാക്കന്മാരെ അഭിവാദ്യം ചെയ്യിക്കുകയാണ്. ഈ പ്രവർത്തകരുടെ, അണികളുടെ ബാഹുല്യം മൂലം ഇപ്പോൾ അകത്തേക്ക് വാഹനം കടക്കാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇപ്പോൾ വാഹനം അകത്തേക്ക് കടന്നു വരികയാണ്. സാധാരണ ഒരു കാറിലോ മറ്റോ യാത്ര ചെയ്യുകയാണെങ്കിൽ പരമാവധി 5 മിനിറ്റ് കൊണ്ട് ടൗൺ ഹാളിൽ നിന്ന് പരമാവധി 5 മിനിറ്റ് കൊണ്ട് ആശ്രമം മൈതാനത്തേക്ക് എത്താം. ഇപ്പോൾ പ്രകടനം തുടങ്ങിയിട്ട് ഏതാണ്ട് 5 മണിക്ക് തുടങ്ങിയ പ്രകടനമാണ് ഇപ്പോൾ 6 മണിയിലേക്ക് അടുക്കുന്നു. 1 മണിക്കൂർ കൊണ്ടാണ് ഈ പ്രകടനം ഇവിടേക്ക് എത്തിയത്. ആശ്രമം മൈതാനത്തിന്റെ ഒത്ത നടുവിലേക്ക് മുഖ്യമന്ത്രിയും PV കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുദ്രാവാക്യം വിളികൾ മാത്രം, ചെങ്കൊടികൾ മാത്രം. ആ ചെങ്കൊടിയുടെ പിൻബലത്തിൽ മുഖ്യമന്ത്രി അതുപോലെ മറ്റു നേതാക്കന്മാരും കടന്നു വരികയാണ്. പിന്നിൽ വിളികളും നിറഞ്ഞിരിക്കുന്നു. അതിന്റെ പ്രതിധ്വനി മാത്രമാണ് കൊല്ലം നഗരിയിൽ നിന്ന് കേൾക്കാനുള്ളത്. കൊല്ലമാകെ ഒരു ചെഞ്ചോപ്പായിക്കൊണ്ട്, ചെങ്കടലായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവേശവും ആരവവും ആത്മാർത്ഥതയും ഒക്കെ നമ്മൾ കൊല്ലത്ത് നിറഞ്ഞു കാണുകയാണ്.